സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി ചെങ്കള ബീച്ചിലെ ചെർക്കളയിലാണുള്ളത് കേട്ടോ. നമുക്കറിയാം, മഴക്കാലമായതിനാൽ ഇവിടെ ഡ്രെയിനേജിൻ്റെ വലിയ പ്രോബ്ലമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വെള്ളം കെട്ടിക്കിടുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതലാണ് മേൽപ്പാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ഫുൾ സ്ക്രീനായി തന്നെ ഒരു ലൈക്ക് തന്ന് കാണാൻ ശ്രമിക്കുമല്ലോ. അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോ ആസ്വദിക്കാൻ സാധിക്കും. 4-ാം തീയതിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ക്ലാരിറ്റി അല്പം ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ 5-ാം മൈലിന് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. കാസർഗോഡ് ഭാഗത്തേക്ക് ഇപ്പോൾ 3 ലൈനിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വലതുവശത്തായിട്ട് ചെർക്കള ഭാഗത്തോട്ട് റോഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ ലൈറ്റിങ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് ലൈറ്റിങ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചെർക്കള മുതൽ BC റോഡ് വരെയുള്ള വീഡിയോ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കീഴ്ത്തളി മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള അപ്ഡേറ്റ്സാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മഴ കാരണം നമുക്ക് വീഡിയോസ് മുഴുവനായിട്ട് ആ ഭാഗത്ത് എടുക്കാൻ സാധിച്ചിട്ടില്ല. മഴ കുറഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇവിടെ ULCCൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 80% വർക്കും ഫിനിഷ് ആയിരിക്കുകയാണ്. മേൽപ്പാലങ്ങളുടെയും അണ്ടർപാസിൻ്റെയും വർക്ക് മാത്രമാണ് ഇനി കുറച്ച് ഭാഗങ്ങളായിട്ട് പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. ചെർക്കള മുതൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലാണെങ്കിൽ പുതുതായി നിർമ്മിക്കുന്ന ആശ്രമിംസ് ഹോസ്പിറ്റലിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇടതുവശത്തായിട്ട് കാണുന്നത്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റലുകളുടെ പ്രഖ്യാപനവും നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹോസ്പിറ്റൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ 14 ജില്ല എടുത്താലും കാസർഗോഡ് ജില്ല ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. അത് ആരോഗ്യ മേഖലയിലായാലും മറ്റേത് മേഖലയിലായാലും. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ കൊറോണ കാലത്ത് അനുഭവിച്ച യാതനയൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. കാരണം ആരോഗ്യപരമായിട്ട് മംഗലാപുരത്തെ ആശ്രയിച്ചിരുന്ന കാസർഗോട്ടുകാർക്ക് അവിടെ അവർ പ്രവേശനം നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഉക്കിനടിക്കയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചെങ്കിലും അവിടെ പൂർണ്ണമായിട്ട് കിടത്തി ചികിത്സയൊന്നും തുടങ്ങിയിട്ടില്ല. സിറ്റിസൺ നഗർ ഭാഗത്തൊക്കെ ആയിട്ട് ഈ ലൈറ്റിങ്സിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെർക്കള മുതൽ നായ്മാറമുല അണ്ടർപാസ് എത്തുന്നതിന് 100 മീറ്റർ മുമ്പ് വരെ ആയിട്ട് പൂർണ്ണമായിട്ടും റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ലൈറ്റിങ്സ് ഫിറ്റ് ചെയ്യുന്ന വർക്കൊക്കെ ബാക്കിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും 2 ഭാഗത്തായിട്ട് റോഡ് തുറന്നു കൊടുത്തിട്ടില്ല. നാലാം മൈൽ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമ്മളെ വലതുവശത്തായിട്ട് സന്തോഷ് നഗർ ഒരു മെർജിങ് പോയിന്റ് ഇരുന്നുണ്ട്. സന്തോഷ് നഗറിൽ ചെറിയൊരു അണ്ടർപാസും വരുന്നുണ്ട് കേട്ടോ. പാണ്ടലം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ ഇടതുവശത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നായ്മാർമൂല അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ട് ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 വശത്തോടും കൂടി സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഏത് സമയത്തും നല്ല തിരക്കുള്ള ഒരു ടൗണാണ് നായ്മാറുമൂല. ഇവിടെ മുതൽ കാസർഗോഡ് ടൗൺ വരെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ നായ്മാറുമൂല അണ്ടർപാസിൻ്റെ മുമ്പിലായിട്ട് മണ്ണിട്ടേർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന BC റോഡിൽ ഏത് സമയത്തും നല്ല തിരക്ക് അനുഭവപ്പെടാനുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വിദ്യാനഗർ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തണേ. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.